ചൂടാണ് എന്നും പറഞ്ഞാൽ നമുക്ക് പുറത്തു പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കുടയെടുക്കാൻ മറന്നുപോയി, സ്വാഭാവികം. ഞാനിപ്പോൾ ഒരു സലൂണിലേക്കാണ് പോകുന്നത്. പെട്ടെന്നായിട്ടൊരു തോന്നലുണ്ടായേ എൻ്റെ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. ഉദ്ദേശിക്കുന്ന ഹെയർ കട്ട് എനിക്ക് ചൂസാവുമെന്ന് അറിയത്തില്ല. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. എന്തായാലും നോക്കാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനൊരു സെയിം സലൂണിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, കരാമയിൽ. ഞാനപ്പോൾ ഈ തവണ പുതിയൊരു സ്ഥലത്താണ് പോകുന്നത്. അതുകൊണ്ടൊരു ചെറിയൊരു ടെൻഷനും കൂടെ ഉണ്ട്. എന്തായാലും നോക്കാം. ഞാൻ പാക്കേജാണ് എടുത്തേക്കണത്. ഇവിടെയൊക്കെ പാക്കേജ് എടുക്കാനേ പറ്റത്തുള്ളൂ. എങ്ങാനും ചിലപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയർ കട്ട് പാക്കേജിൽ വരാറില്ല. അപ്പോൾ അഡീഷണൽ എടുക്കുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവാണ്. എന്തായാലും നോക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഏരിയയിലോട്ട് വരുന്നത്. ഇത് ഗുരേർ മോളിൻ്റെ എക്സിറ്റ് 4. അപ്പോൾ ഈ സൈഡായിട്ട് തന്നെയാണ് ഞാൻ പോകാൻ പോകുന്ന സലൂണ്. യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും. ഇന്ന് ഞാൻ ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഒരു ട്രെൻഡിങ് ആണല്ലേ. അപ്പോൾ ഞാൻ ഒത്തിരി ലെങ്ത്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സലൂണിൽ നല്ലൊരു പാക്കേജുണ്ട്. ബട്ടർഫ്ലൈ ഹെയർ കട്ടും ഹെയർ വാഷും ബ്ലോ ഡ്രൈയും കൂടി കൂടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സലൂണ് സെലക്ട് ചെയ്തത്. വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. ഹെയർ വാഷ് ചെയ്തു. എപ്പോഴും നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പാർലറിൽ നിന്ന് തന്നെ ഹെയർ വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. സലൂണിൻ്റെ ആംബിയൻസും അവിടുത്തെ അറ്റ്മോസ്ഫിയർ, പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫൊക്കെ മിക്സഡ് നാഷണാലിറ്റീസ് ആണ്. അപ്പോൾ എല്ലാവരായിട്ടും വളരെയധികം ഫ്രണ്ട്ലി ആയി ഒരു ദിവസം കൊണ്ട് തന്നെ. അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് പെഡിക്യൂറും മെനിക്യൂറും ചെയ്യാനായിട്ട് വന്നു. അതിനും നല്ലൊരു പാക്കേജ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് പറഞ്ഞത്. കാരണം അറ്റ്മോസ്ഫിയർ കണ്ടപ്പോഴാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ എല്ലാം നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെ എനിക്ക് കിട്ടി. പിന്നെ അവരുടെ സർവീസും അടിപൊളിയായിരുന്നു. ഓരോ സ്റ്റെപ്പായിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത് ചോദിച്ച് മതിയോ, ഇണങ്ങുന്നുണ്ടോ, ഇനി വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ നമുക്ക് ഹെയർ കട്ട് ചെയ്തുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഹെയർ കട്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. പക്ഷേ എൻ്റെ ഫേസിന് നല്ല സ്യൂട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആ സലൂണ് ഞാൻ വളരെ കംഫർട്ടബിളായിരുന്നു. കാരണം പ്രത്യേകിച്ചും 2 മലയാളീസും കൂടി ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അധികം ലെങ്ത്തൊന്നും കളയാണ്ട്, മുടിയുടെ ലെങ്ത്ത് കളയാണ്ട് തന്നെ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ദിവസം ഇനി സലൂണിൽ പോകുമ്പം കൂടുതൽ അവിടുത്തെ കാര്യങ്ങൾ, അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പം പല നാഷണാലിറ്റീസിലുള്ള ആളുകൾ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ അവിടുത്തെ വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.